എക്സ്പീരിയൻസിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാവ് എഗ്ഗ് ചെയ്ത ശേഷം അടയിരിക്കാതിരുന്നാലോ പറന്നു പോയാലോ ഡെഡായാലോ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. എൻ്റെ ലോഫ്റ്റിലെ ഒരു ഫീമെയിൽ പ്രാവാണ് ഈ ജൊക്ക്. ഇവിടെ ജൊക്ക് എന്നാണ് പറയുന്നത് ഇതിന്. ചെക്കർ എന്നാണ് മെയിനായിട്ട് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത് മുട്ടക്ക് അടയിരിക്കുന്നതാണ്. ഇപ്പം അതിൻ്റെ മെയിൽ പ്രാവ് ഡെഡായിപ്പോയി. ഡെഡായതിന് ശേഷം ഈ ഫീമെയിൽ പ്രാവ് അടയിരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ പ്രാവിൻ്റെ മുട്ട വേറെ ഏതെങ്കിലും പ്രാവുകൾക്ക് വെച്ച് വിരിയിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ആ എഗ്ഗും പിന്നെ ഇവരുടെ എഗ്ഗും കൂടി ഞാൻ ഈ കൂട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അതാ ഇരിക്കുന്നുണ്ട്. ഇത് മെയിലാണ്. ഫീമെയിൽ. അടിയിരുന്നു ഗ്യാസ് അടിയിരുന്നു പേടിച്ചിട്ട് അത് അടിയിരിക്കാഞ്ഞത്. അടിയിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് കാണാം. എഗ്ഗ് വെച്ചതിൽ 2 എണ്ണം വിരിഞ്ഞു. അതിൽ ഒരെണ്ണം ബിരിയാറായി നിൽപ്പുണ്ട്. പതിയൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കൂടി വിരിയാനുണ്ട്. അങ്ങനെ ഇപ്പം നമുക്ക് 3 കുട്ടികൾ വിരിഞ്ഞ് കിട്ടി കേട്ടോ. ഒരെണ്ണം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. 3 പേരുണ്ട്. ഒരെണ്ണത്തിന് പൂർണ്ണ വളർച്ച എത്തിയില്ല. ഡേറ്റ് കഴിഞ്ഞപ്പോഴും വിരിയാതെ ആയപ്പോൾ ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോൾ വളർച്ച എത്തിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് 3 കുട്ടികളെ കിട്ടി. അതിനെ കൂടി കിട്ടിയാനാ അതെന്തോ അടയിരുന്നതിൻ്റെ കുറവോ എന്തോ കാരണം കൊണ്ട്, ചൂട് കിട്ടാത്തത് കൊണ്ടോ 1-2 ദിവസം നമ്മുടെ ജൊക്ക് അടയിരുന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പൂവൻ നഷ്ടപ്പെട്ടതുകൊണ്ട്, പൂവൻ ഡെഡായി പോയതുകൊണ്ട്, ജൊക്ക് അടയിരിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരെണ്ണത്തിനെ കിട്ടാതെ പോയത്. വളർച്ച ഒരു 10-12 ദിവസത്തെ വളർച്ച. പാരൻസിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രാവുകളെ തിരഞ്ഞെടുക്കണം. കഴിഞ്ഞപ്പോൾ പൊട്ടിച്ചു നോക്കിയതാണ്. പിന്നെ സാധാരണ ഫുഡ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഫുഡ് കിട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ കുട്ടികൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ സംശയവും നിർദ്ദേശങ്ങളും അഭിപ്രായവും കമൻറ്റിൽ എഴുതുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.